ഇന്ന് മുതലാണ് നമ്മൾ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് നീങ്ങിയത്. ഇത് എന്തുവരെയാണെന്ന് അറിയില്ല, അനിശ്ചിതകാലത്തേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഇവര് മാനേജ്മെന്റുകള് എങ്ങനെ ഹോസ്പിറ്റൽ റൺ ചെയ്യിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മളെന്തായാലും എല്ലാ സീനിയർ സ്റ്റാഫുമാരും UNA മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ സ്റ്റാഫുമാരും തന്നെ ഈ സ്ട്രൈക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും എല്ലാവരും ഇതിനോട് യോജിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിനിമം വേതനമായിട്ടുള്ള 40,000 രൂപയിലേക്കാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് മാനേജ്മെന്റ് തരാൻ കൂട്ടാക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് ഈ സമരം നിർത്താവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മിനിമം വേതനത്തിനോട് ഇവർക്ക് തീരെ താല്പര്യമില്ലാത്ത പോലെയാണ് ഇവർ പെരുമാറുന്നതെല്ലാം. പിന്നെ സർക്കാർ നിയമിച്ചിട്ടുള്ള പുതിയ വിജ്ഞാപനം വന്നത് വെച്ചിട്ട് 28,000 രൂപയുടെ മുകളിലേക്ക് സർക്കാർ പുതിയ ശമ്പള പരിഷ്കരണം വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കുള്ള മിനിമം വേതനം നമ്മൾ ഉന്നയിക്കാൻ 40,000 രൂപയാണ്. നമുക്ക് ദിവസം പ്രതി എല്ലാ വിലവർദ്ധനവും കൂടിക്കൂടി വരുന്ന സാഹചര്യത്തില് ഞങ്ങൾ നഴ്സുമാർക്ക് മാലാഖമാരെന്നുള്ള വിളിപ്പേര് മാത്രമേ ഉള്ളൂ. മാലാഖമാരെന്നുള്ള വിളിപ്പേര് കൊണ്ട് മാത്രം നമുക്ക് ജീവിത ചെലവുകളോ മറ്റുള്ള ചെലവുകളോ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് മിനിമം വേതനമായിട്ട് 40,000 രൂപയെങ്കിലും നമുക്ക് അധികാരികള് നമ്മുടെ മാനേജ്മെന്റ് തന്നില്ല എങ്കിൽ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സമ്പൂർണമായിട്ടും പണിമുടക്കിക്കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ നഴ്സുമാരും നമ്മളോട് സഹകരിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ ഫെബ്രുവരി 21-ാം തീയതി തൃശ്ശൂർ നമ്മളൊരു സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. 40,000 രൂപ മിനിമം വേതനം വെച്ച് തന്നെയാണ് നമ്മൾ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നത്. അതിനകത്തൊന്നും വലിയ തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് മാർച്ച് 4-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചിനും പോയിരുന്നു. അന്ന് മിനിമം വേതനം 40,000 തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിനെ പ്രതിയാണ് നമ്മുടെ കരട് വിജ്ഞാപനം അത് ഇറക്കിയത് പ്രകാരമാണ് 28,000 രൂപയുടെ മുകളിലേക്ക് അവർ സാലറി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്ന സാലറി മിനിമം വേതനം നഴ്സുമാർക്ക്, ഞങ്ങൾ മാലാഖമാരെന്ന് നിങ്ങൾ വിളിപ്പേരുള്ള ഈ നഴ്സുമാർക്ക് ജീവിക്കാനുള്ള ഒരു ദിനം പ്രതി കൂടി വരുന്ന ചെലവുകൾക്ക് നമുക്ക് ജീവിക്കാനുള്ള ചെലവിന് വേണ്ടി 40,000 രൂപ നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പൂർണ്ണമായിട്ട് പണിമുടക്ക് നടത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അടിസ്ഥാന സാലറി 40,000 രൂപ സാലറി ആക്കണം എന്നുള്ളതാണ് മിനിമം വേജസ്. നമ്മൾക്ക് ഇപ്പൊ കിട്ടുന്നത് 20,000 ആണ്. അത് നമ്മൾക്ക് 40,000 ആക്കി കിട്ടണം. പിന്നെ നമ്മളുടെ 20,000 ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് 40,000 ആക്കണം എന്നുള്ളതാണ്. ഗവൺമെന്റ് ഓർഡിനൻസ് പുറപ്പെടുവിച്ചെങ്കിൽ അത് കരടാണ്. ആ കരട് നമ്മൾക്ക് മാറ്റി വിജ്ഞാപനം ഇറക്കണം സർക്കാർ. എന്നാൽ മാത്രം മാനേജ്മെന്റ് തരുള്ളൂ എന്നാണ് പറയണത്. നമ്മളുടെ ജോലി ഭാരത്തിനനുസരിച്ചുള്ള ഒരു സാലറി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴത്തെ എല്ലാ സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് പിള്ളേരെ പഠിപ്പിക്കാനും നമ്മളുടെ ജീവിത ചെലവുകൾക്കുള്ളൊരു ഇത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പുറത്തിറങ്ങി സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത് എത്ര കാലത്തേക്ക് നീളും, എന്താണ് ഇതിന്റെ അവസാനം എന്നറിയില്ല. ഞങ്ങളിപ്പോ ഇത് ചെയ്യുന്നു, ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. മാനേജ്മെന്റ് ഞങ്ങളോട് കരാർ ഇത് ഒപ്പിടുന്നു, അന്ന് നമ്മുടെ സമരം നമ്മൾ അവസാനിപ്പിച്ച് ജോലി കയറിയിരിക്കും. പ്രതികാര നടപടികൾ ഉണ്ടാവില്ല എന്നുള്ളതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രതികാര നടപടികൾ ഉണ്ടായാൽ അതിന്റെ രീതിയിൽ ഞങ്ങൾ സംഘടനാപരമായിട്ട് തന്നെ അതിനെ നേരിട്ടുകൊണ്ടിരിക്കും. ഭീഷണികളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളിപ്പോൾ വകവയ്ക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് അത് നമ്മൾ നേരിടുന്നതായിരിക്കും.